അപ്പൊ നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പിലോട്ട് കടക്കാം. എന്നെ ഔദ്യോഗികമായി തന്നെ പരിചയപ്പെടുത്താം. സുജേഷ് പറഞ്ഞു, അനീഷ് എന്നാണ് പേര്, ആലപ്പുഴയാണ് സ്വദേശം. മൈലേസിയൽ കമ്പനി നിങ്ങളിപ്പം ആദ്യമായിട്ട് പക്ഷേ മീറ്റിംഗ് കേൾക്കുന്ന പോലെ ഞാൻ കേൾക്കുന്നത് പരിചയപ്പെടുന്നത് 2014 ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ട്രഡീഷണൽ ബിസിനസ്സുകൾ, പരമ്പരാഗത കച്ചവടങ്ങൾ, ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സും റെസ്റ്റോറൻറ്റും ഒക്കെ നടത്തി നല്ല ബിസിനസ്സുകളായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. 10-12 ലക്ഷം രൂപയുടെ ലയബിലിറ്റിയിലേക്ക് പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു അത്ഭുതം നടന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കി അങ്ങനെ ഒരു അത്ഭുതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് മൈലേസിയൽ എന്ന ഈ കമ്പനിയെ പരിചയപ്പെടുന്നത്. ഇന്ന് കാണുന്ന അത്രയും മനോഹരതയൊന്നും ഈ കമ്പനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. വളരെ നല്ല കമ്പനി ആയിരുന്നു എന്നുള്ളതൊക്കെ. പക്ഷെ 15 പ്രൊഡക്റ്റും ഇന്ത്യയിൽ 150-ൽ താഴെ ഫ്രാഞ്ചൈസികൾ മാത്രമുള്ള ഒരു കമ്പനിയാണ് ഞാൻ കേൾക്കുന്നത്. ഇപ്പൊ കാണുന്ന ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനോ ഡോക്ടർ DB അനന്തനാരായണ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിനെ ഒന്നും ഞാൻ അവിടെ ആ പ്രൊഡക്റ്റുകളുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ അതിന്റെ R&Dയുടെ കൂട്ടത്തിലോ ഒന്നും കണ്ടില്ല. പക്ഷെ എന്റെ ആവശ്യം വളരെ വലുതായിരുന്നു. നമ്മൾ പറയാറുണ്ട് നാട്ടിൽ പട്ടിണി കിടക്കാൻ തന്നെ 50,000 രൂപ വേണമെന്ന് പറയും. അതുപോലെ വലിയ കടബാധ്യതയുള്ള സമയമായതുകൊണ്ട് തന്നെ വലിയ പണത്തിന് ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും എന്റെ സഹോദരനും കൂടി ഈ ബിസിനസ് 2014 ജനുവരി മാസം സ്റ്റാർട്ട് ചെയ്തു. പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങി. ഈ മീറ്റിംഗിൽ ഇപ്പൊ അവസാനം പറഞ്ഞ പോലെ 2,10,000 ആഴ്ചയിൽ എന്നൊക്കെ പറഞ്ഞാൽ മര്യാദാഹാരം കഴിക്കുന്ന മലയാളികൾ ആരും വിശ്വസിക്കത്തില്ല. അന്നും വിശ്വസിക്കത്തില്ല, ഇന്നും വിശ്വസിക്കത്തില്ല. ഞാനിത് ആദ്യമൊന്നും വിശ്വസിച്ചില്ല. പക്ഷെ ഇത് ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞ് ഈ കമ്പനിയുടെ ഒരു മീറ്റിങ്ങിന് ചെന്നൈയിൽ പോയി. ഞാൻ 1.5 കൊല്ലം ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാണ് ചെന്നൈയിൽ പോയി ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അവിടെ വെച്ച് ഈ സീലിംഗ് ഇൻസെന്റീവ് വാങ്ങിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടു. അവരെയൊക്കെ ഇങ്ങനെ തൊട്ടു നോക്കി, അവർക്കൊക്കെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു ഈ 2,10,000 കിട്ടും. പിന്നെ തിരിച്ചു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റേ നന്ദന സിനിമയിൽ നവ്യ നായർ പറയുന്ന പോലെ ഞാനേ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഒത്തിരി ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി. സത്യമാണ്, ഇതിനകത്ത് വലിയ എമൗണ്ട് കിട്ടും എന്നൊക്കെ ഒത്തിരി ആൾക്കാരോട് പറഞ്ഞു. പക്ഷെ ആളുകൾ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. അങ്ങനെ പതിയെ ആയിരുന്നു ബിസിനസ് മുമ്പോട്ട് പോയത്. ഞാൻ ഇവിടെ സ്ലൈഡ് ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർക്ക് കാണാം. ഇത് ഫോം 60A എന്ന് പറയും. നമ്മൾ കേന്ദ്ര ആദായ നികുതി വകുപ്പിൽ ഇൻകം ടാക്സ് കൊടുക്കുന്നതിന്റെ സ്റ്റേറ്റ്മെന്റ്, ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ് 3 മാസം കൂടുമ്പോഴാണ്. അതിൽ മൈലേസിയൽ എന്ന കമ്പനി കൂടെ ആദ്യത്തെ മാസം വന്ന വരുമാനം ഇവിടെ ഉണ്ട്. 663 രൂപയാണ് ഈ കമ്പനി കൂടെ ആദ്യം വന്നത്. ഒന്ന് കൈ കഴിക്കാൻ കേട്ടോ. ഇതിൽ കൂടുതൽ കിട്ടിയതൊന്നും ഞാൻ കൈ ചോദിച്ചു വാങ്ങിക്കത്തില്ല. ഇതിന് വാങ്ങിക്കും. കാര്യം ഇത് ജനുവരിക്ക് വെച്ചാ ഫസ്റ്റ് ഇൻകം കിട്ടിയതാ. അപ്പൊ ഈ 663 രൂപ സത്യത്തിൽ ഒന്നിനും കഴിയത്തില്ല. 30 ലക്ഷം രൂപയുടെ അടവുള്ള കിട്ടി 663 രൂപ വന്നു കഴിഞ്ഞാൽ സന്തോഷം അല്ലെന്നല്ലോ എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വളരെ ചെറിയ വരുമാനമായിരുന്നു. പക്ഷെ എനിക്കറിയാം കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ലാഭം കിട്ടുന്ന ബിസിനസ് ഇതാണ്, ചെറുതെങ്കിലും. അങ്ങനെ 2ാമത്തെ മാസമായപ്പോൾ അത് 1,800 കൂടി. 3ാമത്തെ മാസം കുറച്ചും കൂടെ കൂടി. പതിയെ വരുമാനം കൂടി വന്നു. ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ എന്റെ വീടിനടുത്തൊക്കെ ഉണ്ടായി തുടങ്ങി. ഞാൻ നേരിട്ട വെല്ലുവിളി, ആരെങ്കിലും ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇത് എടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോകണം. ഒന്നില്ലെങ്കിൽ കോയമ്പത്തൂരോ അല്ലെങ്കിൽ നാഗർകോവിലോ പോയാൽ ഈ സാധനം കിട്ടുന്നത്. അപ്പൊ ഇത് അവിടെ നിന്ന് എടുത്തോണ്ട് ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മിച്ചം ഒന്നും കാണത്തില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, 50,000 രൂപ തികഞ്ഞിരുന്നെങ്കിൽ ഒന്ന് പോയി പ്രൊഡക്റ്റ് എടുത്തോണ്ട് വരാമായിരുന്നു എന്ന് ആലോചിച്ച് അത് 1 വർഷത്തോളം അങ്ങനെയൊക്കെയുള്ള വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടിലൂടെയൊക്കെയാണ് പോയത്. അങ്ങനെ പതുക്കെ ബിസിനസ് തുടങ്ങി. ആ സമയത്ത് ഈ ബിസിനസിന്റെ ഭാരാരിഷ്ടതകൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ കാരണം പലപ്പോഴും നമ്മൾ ബാക്ക് അടിക്കാറുണ്ട്, പുറകോട്ട് തിരിഞ്ഞു നോക്കും. ഇതൊരു 10 ലക്ഷം രൂപ മുടക്കി തുടങ്ങിയ ബിസിനസ് ആണ്, പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നില്ല, തോന്നുന്നു. കാര്യം മുടക്കിയ കാശോടെ കിടക്കുക. ഇത് 10-20,000 രൂപ മുടക്കി ചെറിയ രീതിയിൽ തുടങ്ങിയ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ചെറിയ വെല്ലുവിളി വരുമ്പോൾ തന്നെ നമ്മൾ പുറകോട്ട് ബാക്ക് അടിക്കും. അങ്ങനെ ഞാൻ പുറകോട്ട് പോയ സമയത്ത് എന്നെ സ്വാധീനിച്ചൊരു പത്രവാർത്ത എന്ന് തോന്നുന്നു. 2014 ഡിസംബർ മാസം, ഇന്നത്തെ മീറ്റിംഗിലൊക്കെ ഇവിടെ പറഞ്ഞാണ്, ഈ സ്ലൈഡ് നിങ്ങൾ കണ്ടു കാണും. 2014 ഡിസംബറിൽ വന്ന ഹിന്ദു പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. ഡയറക്ട് സെല്ലിങ് 2025 ആകുമ്പോഴേക്കും 18 മില്യൺ ആൾക്കാർ ഫുൾ ടൈം ചെയ്യുന്ന മേഖലയായി മാറുമെന്ന് ഞാൻ പത്രത്തിൽ വായിക്കും. അത് അന്നത്തെ കേന്ദ്രമന്ത്രിയായ രാംവിലാസ് പാസ്വാൻ അടക്കം അധ്യക്ഷനായ ഒരു മീറ്റിംഗിൽ ഒരു പഠന റിപ്പോർട്ട് അവതരിക്കപ്പെട്ടു. ആ റിപ്പോർട്ടാണിത്. 18 മില്യൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കേരള ജനസംഖ്യയുടെ പകുതി കൂടുതൽ വരും. 1,80,00,000 പേര് വരുന്ന 2 വർഷത്തിനകം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ ഫുൾ ടൈമായി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനല്ല, ഔദ്യോഗിക റിപ്പോർട്ട് നിങ്ങളുടെ സ്ക്രീനിൽ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് ഈ ഹോളിലിരിക്കുന്ന ഒരാൾ പോലും ബിസിനസ് ചെയ്തില്ല എങ്കിലും, ഞാനത് ചെയ്തില്ലെങ്കിലും, കേരള ജനസംഖ്യയുടെ പകുതി കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ ഈ ബിസിനസിന് വേണ്ടി അരയും തലയും മുറുക്കി രാവിലെ കൊണ്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ വരുന്ന 2 കൊല്ലത്തിനകം ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പഠന
പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ STD ബൂത്ത് തുടങ്ങുന്ന പോലെ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷോപ്പ് തുടങ്ങുന്നത് പോലെ കാലഹരണപ്പെട്ടു പോകുന്ന ഒരു ബിസിനസ് മോഡൽ അല്ല, കാലാനുസൃതമായി വളരുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ഞങ്ങൾ വളരെ ശക്തമായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി. അതിനനുകൂലമായി ചില സമയങ്ങളിൽ ചില കാറ്റ് എല്ലാത്തിനും അനുകൂലമായി വീശുമല്ലോ, അതുപോലെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് തന്നെ അതിന് അനുകൂലമായ ഒരു കാറ്റ് വന്നു. കാറ്റ് എന്ന് പറഞ്ഞാൽ 2015 ജൂലൈ 29 കേരള നിയമസഭയിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്താണെന്ന് അന്ന് സത്യം പറഞ്ഞ സർക്കാർ പോലും അറിയത്തില്ല. ഈ മണി സർക്കുലേഷൻ സ്കീമുകളും ഡയറക്ട് സെല്ലിംഗ് കൂടെ വ്യത്യാസം എന്താണെന്ന് സർക്കാരിന് പോലും അറിയാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പൊ 2015 ജൂലൈ 29 എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് വഴി കേരള നിയമസഭയിൽ ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നൊരു ഡെഫിനിഷൻ വന്നു. ഇതൊരു വലിയ പത്രവാർത്തകളായിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്നതോടുകൂടി ഞാൻ ആദ്യം ബിസിനസ് പറഞ്ഞപ്പോൾ അകന്ന് നിന്ന പല ആൾക്കാരും പതുക്കെ എന്നോടൊപ്പം വന്നു. ബിസിനസ് കുത്തനെ കൂടി. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലോട്ട് അടുത്ത ഒരു 1.5 വർഷക്കാലം കൊണ്ട്, അതായത് 2014 ജനുവരി വന്ന ഞാൻ 2016 സെപ്റ്റംബർ ആയപ്പോഴേക്കും ഈ കമ്പനിയുടെ ആദ്യത്തെ 2,10,000 ഇൻസെന്റീവ് എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. എന്റെ അക്കൗണ്ട് നമ്പർ, അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവർ ദയവ് ചെയ്ത് ഫേസ്ബുക്കിൽ ഇടുന്നത്. നിങ്ങൾ വാട്സാപ്പ് കിട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ഫേസ്ബുക്ക് ഇവിടെ ഇട്ടാലും ആലപ്പുഴയിലെ ഫ്രണ്ട്സിന് കിട്ടും. ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല പിരിവ് നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആൾക്കാരൊന്നും ചോദിക്കാൻ വേണ്ട, നിന്റെ ഒരാഴ്ചത്തെ വരുമാനമല്ലേ ചോദിക്കുന്നുള്ളൂ ചോദിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ഒരു 2 ദിവസം വന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് എല്ലാ ആഴ്ചയിലും വരുമെന്ന്. പക്ഷെ ഇത് എല്ലാ ആഴ്ചയിലും വന്നില്ല. തൊട്ടടുത്ത ആഴ്ച 2 ദിവസം കഴിഞ്ഞ് 1.80 വന്നു, 1.50 വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി വെറുതെ ഇരിക്കാറായിട്ടില്ല, കുറച്ചുകൂടെ ഇറങ്ങി ഒന്ന് പുഷ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഒന്നുകൂടെ ഇറങ്ങി കുറപ്പിച്ചു. 2017 ആയപ്പോഴേക്കും ഈ വരുമാനം 2,10,000 സ്റ്റേബിൾ ആയി വരാൻ തുടങ്ങി. 2017 കഴിഞ്ഞു, 2018 കഴിഞ്ഞു, 2019 കഴിഞ്ഞു, 2020 കഴിഞ്ഞു, 2021 കഴിഞ്ഞു, 2022 ആയി. ഈ കഴിഞ്ഞ 5 വർഷത്തിലേറെയായി ബുധനാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ മൈലേജ് സെയിലിൽ കൂടെ 2.10 2 ഡിസ്ട്രിബ്യൂഷനിൽ റെഗുലറായി വരുന്നുണ്ട്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് വളരെ പച്ചയായ സത്യസന്ധമായ യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു 7 ആഴ്ച 2.10 മുടങ്ങിയിട്ടുണ്ട്. 7 ആഴ്ച. ഇത് കൊറോണ വന്ന സമയമാണ്. ലോകം മുഴുവൻ തകർത്തെറിഞ്ഞ കൊറോണ വന്നിട്ട് പോലും 7 ആഴ്ചയെ എന്റെ 2,10,000 വർക്ക് പൊട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് മുടങ്ങിയുള്ളൂ. ബാക്കി ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മളൊരു സ്റ്റേബിൾ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ പലരുടെയും ധാരണ കുറെ കാശ് മുടങ്ങി ചെയ്യാമെന്നാണ്. ഒരിക്കലും അങ്ങനെ ഒരു അർത്ഥമില്ല. ഇതിനേക്കാൾ സ്റ്റേബിൾ ആയ ഒരു ബിസിനസ് മോഡലിൽ എനിക്ക് കാണിച്ചു തരാനില്ല. 10,000-20,000 രൂപയ്ക്ക് തുടങ്ങി ഇത്രയും 2, 3, 4 വർഷം നമ്മൾ ഇറങ്ങി ഫീൽഡിൽ ഇറങ്ങി ഓടി കഷ്ടപ്പെട്ട് ഒരു ടീം ബിൽഡ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഇൻകം തരാൻ കഴിയുന്ന, പാസീവ് ഇൻകം തരാൻ കഴിയുന്ന, നാളെ നമ്മൾ ഇല്ലാണ്ട് പോയാലും നമ്മുടെ കുടുംബത്തിലേക്ക് വലിയ വരുമാനം എത്തിക്കാൻ കഴിയുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അത്രയും സ്റ്റേബിൾ ആയ ഒരു വരുമാനം വന്നു. ലൈഫിൽ ഒത്തിരി മാറ്റം വന്നു. 2,10,000 വന്ന് എല്ലാവരും ജീവിതത്തിൽ മാറൂല്ലയോ? എന്റെ ലൈഫിൽ ഒത്തിരി മാറ്റം വന്നു. ഞാൻ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങിയ ആളാണെങ്കിൽ ഇതിനിടയ്ക്ക് കേരള സർക്കാർ ഡയറക്ട് സെല്ലിങ്ങിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി മാത്രം മോണിറ്ററിംഗ് മെക്കാനിസവും ട്രേഡ് യൂണിയനുകളുടെ ശക്തമായ പ്രവർത്തനമൊക്കെ ഒരു സൈഡിൽ വന്നു. ഞങ്ങളുടെയൊക്കെ ലൈഫിൽ സ്വപ്നം കാണുന്നതിനപ്പുറത്തുള്ള ജീവിത നിലവാരത്തിലേക്ക് ഈ കമ്പനിയും ഈ ബിസിനസ് മോഡലും ഞങ്ങൾ എടുത്തുയർത്തി. ഒരുപക്ഷെ ഈ ഹോളിന്റെ ഏറ്റവും പുറകിലിരിക്കുന്ന ആദ്യമായിട്ട് ഈ മീറ്റിംഗ് കേൾക്കുന്ന ആൾക്ക് പോലും, അല്ലെ അങ്ങനത്തെ ഒരാൾക്ക് അടിസ്ഥാനപരമായി ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഈ പരിപാടിയൊക്കെ കൊള്ളാം, എനിക്ക് പക്ഷെ ഇതിനകത്തൊരു ജീവിതം ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവും. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ ശക്തമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഈ കമ്പനിയെ സെലക്ട് ചെയ്യുകയും ഒരു 10 ലക്ഷം രൂപ മുടങ്ങിയ ബിസിനസ് ആണെന്ന സീരിയസ്നെസ്സോടുകൂടി 4 വർഷം ഈ കമ്പനിയോടൊപ്പം പ്രവർത്തിക്കാൻ, ലീഡേഴ്സ് പറയുന്ന സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ 4ാമത്തെ വർഷം നിങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ല വരുമാനം വാങ്ങുന്ന, ഏറ്റവും നല്ല വാഹനം ഉപയോഗിക്കുന്ന, ഏറ്റവും നല്ല വീട്ടിൽ താമസിക്കുന്ന ആളായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. ജോലിയുണ്ട്, ജോലിയില്ല എന്ന് ഒരിക്കലും പറയില്ല. പലരും പറയുന്നത് ഇങ്ങനെ വന്ന് കയറി അപ്പൊ തന്നെ കാശ് കിട്ടും. ഞാൻ മൈക്കിൽ കൂടെ തന്നെ പറയാണ്, ഇത് തുടങ്ങി എന്നുള്ളതുകൊണ്ട് 10 പൈസ അക്കൗണ്ട് വരത്തില്ല. ഇതിനെ ഒരു ബിസിനസ്സായി കണ്ടുകൊണ്ട് ഇതിനെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ഈ ബിസിനസിന് വേണ്ടി 2 മണിക്കൂറൊക്കെ 2 മണിക്കൂർ, നിങ്ങൾ ഏത് ജോലിയുടെ ആൾക്കാരായിക്കോ, ഏത് ബിസിനസിന്റെ ആൾക്കാരായിക്കോ, ഏത് മേഖല വേണം പ്രവർത്തിച്ചോ, 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ ആത്മാർത്ഥമായി ബിസിനസിന് വേണ്ടി കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, നാളെ ഇതുവരെ നമ്മളെ നടത്തിയ ഏത് ജോലിയെക്കാട്ടിലും ബിസിനസിനേക്കാൾ പൊട്ടൻഷ്യൽ ആയിട്ട് അതിന്റെ 3-4 മടങ്ങ് വരുമാനം ആഴ്ചയിൽ തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു കമ്പനിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുള്ള ആൾക്കാർക്ക് ഈ മീറ്റിംഗിന് ശേഷം ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഈ ഡിജിറ്റലി കാണിക്കുന്ന എല്ലാ പ്രൂഫിന്റെ ഒറിജിനൽ നിങ്ങളെ കാണിക്കാൻ ഞാൻ തയ്യാറാണ്, ബാധ്യസ്ഥനാണ്. പക്ഷെ നിങ്ങളൊരു തീരുമാനം എടുക്കണം. ആ തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഫോം 26AS. ഒരു ഇന്ത്യക്കാരന് ഇതിലും സുതാര്യമായ രേഖകൾ കാണിക്കാനില്ല. അതിന്റെ പേര് നിങ്ങൾക്ക് കാണാം, ബാബു അനീഷ്.
എന്റെ അഡ്രസ് കാണാം, എന്റെ ബാങ്ക് നമ്പർ കാണാം, എനിക്ക് വരുമാനം തരുന്ന കമ്പനിയുടെ പേര് കാണാം, കമ്പനി 2018-19 വർഷം വന്ന വരുമാനം കാണാം. 1,10,00,000 രൂപ 2018-19 വരുമാനം തന്നിട്ടുണ്ട്. 19-20 ആയപ്പോഴേക്കും അത് 1,74,00,000 കൂടിയിട്ടുണ്ട്. 20-21 ആയപ്പോഴേക്കും, അതായത് കറക്റ്റ് കൊറോണ വർഷം, നമ്മൾ ജനതാ കർഫ്യൂ വരുന്നത് 2020 മാർച്ച് 27-നോ 23-നോ അല്ലെ? ആ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ 1 തൊട്ട് അടുത്ത മാർച്ച് 31 വരെയുള്ള കറക്റ്റ് ആ കോവിഡ് വർഷത്തിൽ പോലും 1,76,00,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് തന്ന അതിന്റെ TDS നിങ്ങളെ പബ്ലിക്കായിട്ട് ഷോ ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് നിങ്ങൾ കേട്ടത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് വീണ്ടും കണ്ണടച്ചതൊന്നും നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കണ്ണടച്ചാൽ ഇരുട്ടാകുന്നത് ലോകം മുഴുവനല്ല, നമ്മുടെ ലോകം മാത്രമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ ബിസിനസിനെ കേൾക്കുന്ന ആൾക്കാർ കാണിക്കണം. എന്റെ അഭ്യർത്ഥന, നിങ്ങൾ അതിനെ കുറിച്ച് പഠിക്കുക. ഞാൻ ഈ ബിസിനസ്സിനെതിരെ ഒത്തിരി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇതൊന്നും ശരിയായ ഏർപ്പാടല്ലെന്ന് വർഷങ്ങൾക്ക് മുമ്പേ. എന്റെ സ്ഥലം ആലപ്പുഴയിലെ പുന്നപ്രയാണ്. പുന്നപ്രയ്ക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ വിപ്ലവത്തിന്റെ വായുകുന്തത്തിന്റെ ഒക്കെ നാടാണ് ഇത് പുന്നപ്ര. അതുകൊണ്ട് ഏതെങ്കിലും മേഖലയിലൂടെ പെട്ടെന്ന് ആരെങ്കിലും കാശുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ അതിനെ എതിർക്കും. കാര്യം ഇതൊരു തെറ്റായ ബിസിനസ് മോഡലാണെന്ന് ഉറച്ച് വിശ്വസിച്ച ഒരു കാലഘട്ടത്തിൽ 20 വയസ്സ് കഴിയുന്നതിന് മുമ്പേ ഈ ബിസിനസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ കൈകൊണ്ട് ഞാൻ പോസ്റ്റർ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. 20 വയസ്സ് കഴിയുന്നതിന് മുമ്പ്. കാര്യം അത് എന്നോട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ആൾക്കാർ പറഞ്ഞു, എഴുതിക്കൂടാ, ഒട്ടിച്ചു, ഇത് മുഴുവൻ കുഴപ്പമെന്ന് പറഞ്ഞു. ഞാൻ എഴുതി ഒട്ടിച്ചു. അന്ന് വാട്സപ്പ് ഒന്നുമില്ല, മറ്റേ മെസ്സേജ് അയച്ചു കൊടുക്കാനായിട്ട്. എല്ലാ ബസ് സ്റ്റോപ്പിലും രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് ഞങ്ങൾ ഡയറക്റ്റ് അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് എഴുതി. അങ്ങനെ എന്നെ കൊണ്ട് എഴുതിച്ച ആൾ തന്നെ ഒരു ദിവസം പറഞ്ഞു, നീ വൈകിട്ട് വീട്ടിലോട്ട് പറഞ്ഞ ഒരു മീറ്റിംഗ് ഉണ്ടോ? ഹലോ, അവിടെയാണ് ഞാൻ കൺവിൻസ് ആയത്. കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അവരിതിനെ കുറിച്ച് പഠിക്കാതെ പറയില്ല. പേപ്പർ ഒട്ടിക്കാൻ പറഞ്ഞതും പഠിച്ചിട്ടാണ്, വീട്ടിലോട്ട് വിളിച്ചതും പഠിച്ചിട്ടാണ്. ആ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. ഇത്ര മാറ്റം എന്റെ ലൈഫിൽ ബിസിനസ് വന്നു. ഒരു മാസം എങ്ങനെ പോയാലും 5-6 ലക്ഷം രൂപ GST കൊടുക്കുന്ന, നികുതി കൊടുക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഇപ്പം. വലിയ മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായി. 2017 തൊട്ട് നാട്ടിലെ വലിയ ബിസിനസ്സുകാരൊക്കെ ഉപയോഗിക്കുന്ന BMW കാറിലേക്ക് മാറാൻ എനിക്ക് കഴിഞ്ഞു. അതിന്റെ നമ്പർ തന്നെ നോക്കിയാൽ മതി, 210. 2,10,000 210. മുമ്പ് നമുക്ക് 210 എവിടെ വരികയെന്ന് ചോദിച്ചാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മ ചോദിക്കും മോനോട് 210 വാങ്ങിക്കണോടാ. അപ്പൊ 210 ഒരു വിലയില്ലായിരുന്നു. 2,10,000 ശാപമോഷം കൊടുത്ത കമ്പനിയാ ഏത്? ഹലോ, മൈലേജ് 210 അഹല്യക്ക് ശാപമോഷം കിട്ടിയെന്ന് പറഞ്ഞാൽ 210 വരെ ശാപമോഷം കൊടുത്ത ആൾക്കാരാണ് നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒത്തിരി മാറ്റങ്ങൾ ലൈഫിൽ വന്നു. ഇത് ബിസിനസ് വോളിയമാണ്. ഞാൻ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ എന്റെ ഓർഗനൈസേഷൻ 1-ൽ ഒരു 1,00,000 PV, 2-ൽ 1,00,000 PV വരാൻ വേണ്ടി ആവുന്ന പണി 58 പറ്റിയിട്ടുണ്ട്. ഇവിടെ STC എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ കയറി. ഞാൻ STC കയറി കുറെ കാലം നിന്നു. ഇവിടുന്ന് RTCയിലോട്ട് പോകാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന വഴിയെല്ലാം നമ്മൾ ചെയ്തു. പിന്നെ നമുക്ക് ചില കുറുക്കുവഴികളൊക്കെ ഉണ്ടല്ലോ. ഈ ആലപ്പുഴയ്ക്ക് തൊട്ടടുത്താണ് അമ്പലപ്പുഴ. ഞങ്ങളപ്പോ അമ്പലപ്പുഴ കൃഷ്ണന് ഒരു തൃക്കൈ വെണ്ണ എന്നെ RTC ആക്കണേ എന്ന് പറഞ്ഞു. ഹലോ, ഏതാ അമ്പലത്തിൽ നമ്മൾ പണിയെടുത്ത് നോക്കിയിട്ട് നടക്കുന്നില്ല. പിന്നെ അമ്പലപ്പുഴ കൃഷ്ണൻ ഒരു വഴിപാട് കഴിച്ചു നോക്കി, ഇത് ഇങ്ങനെ RTC ആക്കാം, പുള്ളിക്ക് വല്ലതും പറ്റിയാലോ, രസമാണോ? അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ. ഏതാ നമ്മളെ കൊണ്ട് ആവുന്ന വഴി എല്ലാം നോക്കിയിട്ടും ബിസിനസ് കയറാനായിട്ട് തുടക്കത്തിൽ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റിക്കൊണ്ട് വരണം. അങ്ങനെ തുടങ്ങിയെടുത്തുനിന്ന് ഇപ്പൊ ഓർഗനൈസേഷൻ 1-ൽ 100 കോടിയിലേറെ ബിസിനസ് കൂടി ഓർഗനൈസേഷൻ 1-ലും 300 കോടി ഓർഗനൈസേഷൻ 2-ലും. ഇത് പഴയ കണക്കായിട്ട് ഇപ്പോൾ 160-170 കോടി ആയിട്ടുണ്ട്. ഇത് ഒരു 2 മാസം മുമ്പത്തെ കണക്ക്, 1 മാസം മുമ്പത്തെ കണക്ക്. രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷിപ്പ് 45 കോടിയും 55 കോടിയും മാച്ച് ആയിട്ടുണ്ട്. മൂന്നാമത് ഈ ബിസിനസിന്റെ പ്ലാനൊക്കെ പഠിച്ചു തുടങ്ങിയ ഒരാളുടെ വീട്ടിലുണ്ട്. എന്റെ ഭാര്യ, അവളുടെ ഐഡിയ ഇപ്പം NDC ആവോ ഈ വെള്ളിയാഴ്ച. ഇത് പഴയ മീറ്റിംഗ്. ഞാൻ പ്ലാനൊന്നും പഠിപ്പിച്ചില്ല. പഠിപ്പിച്ചിട്ട് രാവിലെ ഞാൻ വടക്കിന് ഇറങ്ങുമ്പോൾ എന്റെ ഡ്രസ്സ് അയച്ചു തരാനും എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വീട്ടിൽ ആളില്ലാതാവും. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പ്ലാൻ പഠിപ്പിച്ചില്ല. ഇപ്പൊ ഇച്ചിരി പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഈ ബിസിനസ് പ്ലാൻ മനസ്സിലാക്കിയ, ജീവിതത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ള, എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഇതിന്റെ പ്ലാൻ കേട്ട് ഇതിന്റെ പ്രൊഡക്റ്റ് മനസ്സിലാക്കി ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയ ആൾ ഈ ബിസിനസിനോട് നോ പറയില്ല. നിങ്ങൾക്കൊരു പക്ഷേ ഇത് നേരാവണ്ണം മനസ്സിലായിട്ടില്ലെങ്കിൽ 1-2 മിനിറ്റ് എടുത്ത് അല്ലെ 1-2 മണിക്കൂർ എടുത്ത് നിങ്ങൾ ഈ ബിസിനസ്സിൽ ഒന്ന് പഠിക്കുക. ഇത് വേണ്ടെന്ന് വെക്കാനുള്ള കാരണം എന്താണെന്ന് ആലോചിക്കുക. എന്തുകൊണ്ട് ഇത് വേണ്ട? ഒരുപക്ഷെ നമ്മളൊക്കെ ഇപ്പൊ ചെയ്യുന്ന ജോലി, നമ്മളൊക്കെ ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ പരമാവധി വേഗത കണ്ടു കഴിഞ്ഞവരാണ് നമ്മൾ. കുറച്ചുകൂടെ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ കൂടെ എത്രത്തോളം വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നന്നായി ബോധ്യപ്പെട്ട ആൾക്കാരാണ് നമ്മൾ. ശരിയാണോ അല്ലേ? ഒരു സൈക്കിളൊക്കെ കയറി എഴുന്നേറ്റ് സ്പീഡിൽ ചവിട്ടി അമേരിക്കയിൽ ചെല്ലാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. എന്നാൽ കൈകാലുകൾക്ക് എന്തെങ്കിലും എന്താ പറയണ്ടേ ക്ഷേമം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സംഭവിച്ചാൽ എഴുന്നേറ്റ് നടക്കാൻ പ്രാണിയില്ലാത്ത ഒരാളെയാണെങ്കിലും ഒരു ഫ്ലൈറ്റിൽ എടുത്ത് വെച്ചാൽ 24 മണിക്കൂർ കഴിയുമ്പോൾ അയാൾ അമേരിക്കയിൽ ചെല്ലും.
ശരിയാണോ അല്ലയോ? അതിന്റെ അർത്ഥം ആ വ്യക്തിക്കല്ല, അയാളെ കൊണ്ട് പറക്കുന്ന വാഹനത്തിനാണ് പവർ. മൈലേസ്റ്റേൽ എന്ന കമ്പനി കൂടെ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മിടുക്കല്ല, എന്നെയും കൊണ്ട് പറക്കുന്ന ഈ കമ്പനി, ഈ പ്ലാറ്റ്ഫോമിന്റെ പവർ കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്നത് നിങ്ങളോട് ദയവായി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ കഴിവും ഈ ബിസിനസിന്റെ പ്രവർത്തനവും കൂടെ മാച്ച് ആവുമെന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ കപ്പാസിറ്റിക്കോ അപ്പുറത്ത് ഈ ബിസിനസ്സിന് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ട്. അവർക്ക് ഒരു വിരൽ കൊടുത്താൽ അവർ കൈ നിങ്ങൾക്ക് തരും. നിങ്ങൾ അവർ കൈ കൊടുത്താലോ അവർ ജീവിതം തന്ന് നിങ്ങളോടൊപ്പം നിൽക്കും. അങ്ങനെ നിൽക്കാൻ കഴിയുള്ള ധാരാളം ലീഡേഴ്സ് പലവരാണെങ്കിൽ ഇവിടെ ബെല്ലി സാർ ഉണ്ട്, എനിക്ക് മുമ്പ് സംസാരിച്ച ശൈലേഷ് സാർ ഉണ്ട്, പ്രസാദ് സാർ ഉണ്ട്, സോമൻ സാർ ഉണ്ട്, ഇഷ്ടം പോലെ ലീഡേഴ്സ്, സത്യൻ സാർ ഉണ്ട്. അങ്ങനെ ITC ലീഡർമാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ 2015 അവസാനം ഈ ഹോട്ടൽ മീറ്റിംഗിന് വരുന്ന സമയത്ത് ഞാനും ബെല്ലി സാറും 12 ആൾക്കാരും കൂടെ തൊട്ടപ്പുറത്ത് 108 എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. ആ 108 റൂമിലാണ് ഈ ബിസിനസ് ഞങ്ങൾ ഇവിടെ തുടങ്ങുന്നത്. ഇന്ന് 108 പോരാ, 216 പോരാ ഇതിന്റെ മീറ്റിംഗ് നടക്കണമെങ്കിൽ. ഇതുപോലത്തെ ഒരു ഹോൾ വേണ്ട അവസ്ഥയിലേക്ക് വീക്ക്ലി മീറ്റിംഗിന് ഈ ബിസിനസ് മാറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗ്രോത്ത് നിങ്ങളൊന്ന് ആലോചിക്കും. എന്തുപോലെ ഈ ബിസിനസ് വളരുന്നുണ്ടെന്ന് നമ്മൾ ആലോചിക്കും. ഈ രീതിയിൽ വളരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഞാൻ ജനിച്ച് വളർന്ന 18 വയസ്സ് വരെ ജീവിച്ച വീടാണ്. ഇത്രയും സമ്പന്നമായ ചുറ്റുപാടിൽ ജീവിച്ചതിന്റെ ഒരു അഹങ്കാരവും എനിക്ക് അന്നുമില്ല ഇന്നുമില്ല. 2 മുറി അടുക്കളയുള്ള ചെറിയൊരു വീടാണ്. ആലപ്പുഴക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും ആ വീട് അവിടെ വരാൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് 18 വയസ്സ് വരെ ഞാൻ ജീവിച്ചത്. എന്റെ ഫാദർ സാധാരണക്കാരനായിരുന്നു, ഡ്രൈവറായിരുന്നു. ഒത്തിരി ആൾക്കാരെ അമ്പലത്തിലും പള്ളിയിലും മരുന്നിനും കല്യാണത്തിനും ഒക്കെ കൊണ്ടുപോയി കിട്ടിയ വരുമാനം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചു, വളർത്തി, ഇന്ന് കാണുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെ എത്തിച്ചു. ഇന്ന് ഈ സാഹചര്യമൊക്കെ മാറി, ഈ വീടൊക്കെ മാറി. ഇതിപ്പോ ഞാൻ താമസിക്കുന്ന വീട്, ഇതൊരു 1-2 മാസത്തിനുള്ളിൽ ഹൗസ് വാമിംഗ് നടക്കാൻ പോകുന്ന വീട്. ലൈഫിൽ ഒത്തിരി വിപ്ലവകരമായ മാറ്റം വന്നു. ഞാൻ പറഞ്ഞ എന്റെ അച്ഛൻ ഒരു ഡ്രൈവറാണെന്ന് സൂചിപ്പിച്ചു. അപ്പൊ അച്ഛൻ എല്ലാ മാസവും 1-ാം തീയതി 2-3 കൂട്ടരെ ഗുരുവായൂർ അമ്പലത്തിൽ കൊടുക്കും. വെളുപ്പിന് 3 മണിക്ക് ഒരു കൂട്ടരെ കൊണ്ട് തൊഴിച്ചിട്ട് 10 മണിക്ക് വരും. അടുത്ത ആളെ കൊണ്ട് പിന്നെ പോകും. രാത്രി അടുത്ത ഇങ്ങനെ കൊണ്ട് അങ്ങനെ ഡെയിലി 3 ട്രിപ്പൊക്കെ അച്ഛൻ അടിച്ചിരുന്നു. ജീവിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ നന്നായി ഫീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് നല്ല വിദ്യാഭ്യാസം തരാൻ വേണ്ടിയിട്ട്. സ്വർണ്ണം ഇന്നും എന്റെ അച്ഛൻ എല്ലാ മാസവും 1-ാം തീയതി പോകുന്നുണ്ട് ഗുരുവായൂർ. അച്ഛൻ പുറകിരിക്കും. ഞാൻ അച്ഛനോട് ചോദിക്കും, അച്ഛൻ ഇന്ന് BMW പോകുന്നോ ഫോർച്യൂണറിൽ പോകുന്നോ? അച്ഛൻ ഈ ഡ്രൈവറെയാണോ വേണ്ടത്, ആ ഡ്രൈവറെയാണോ വേണ്ടത്? അതായത് ഇങ്ങനെ ചോദിക്കാൻ ഒരു മകനെ പര്യാപ്തമാക്കിയ കമ്പനിയെ കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. പുതിയ ആൾക്കാർ ഉൾക്കൊള്ളുന്നത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട സത്യം, ഇങ്ങനെ ചോദിക്കാൻ ഒരു മകനെ പര്യാപ്തമാക്കിയ ബിസിനസ്സാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടി പണിയെടുത്ത് തഴമ്പ് പിടിച്ച കൈകൾ എന്റെ വീട്ടിലുണ്ട്. എനിക്ക് വേണ്ടി ഉറക്കളച്ച അമ്മമാർ എന്റെ വീട്ടിലുണ്ട്. എനിക്ക് വേണ്ടി സഫർ ചെയ്ത സഹോദരിമാർ എന്റെ വീട്ടിലുണ്ട്. ഇവർക്ക് വേണ്ടി എയിം ചെയ്ത് വെക്കാനുള്ള എന്റെ ജീവിതമാണ് എന്റെ ഏറ്റവും വലിയ മെസ്സേജ് എന്ന് തീരുമാനിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഉത്തരവാണ് മൈലേസ്റ്റേൽ. നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് കേട്ട, എന്നെ എപ്പോഴും സ്വയം എന്നെ ഇൻസ്പയർ ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: തലമുറകളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ദാരിദ്ര്യവും ഒറ്റ ജനറേഷനെ കൊണ്ട് അവസാനിപ്പിക്കാൻ പര്യാപ്തമായ ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് എന്നതാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് കേട്ട ഏറ്റവും വലിയ സത്യം. എനിക്ക് നിങ്ങളോട് പറയാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ജനറേഷനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. എനിക്കറിയില്ല എന്താണെന്നുള്ളത്, നിങ്ങളുടെ ആവശ്യ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. പക്ഷെ ആ പ്രശ്നങ്ങളുടെ എല്ലാം പെർമനന്റ് സൊല്യൂഷൻ ഇരിക്കുന്നത് നിങ്ങളുടെ തലയിലും നിങ്ങളുടെ തീരുമാനത്തിലും. അങ്ങനെ ഒരു തീരുമാനം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് എടുത്തുകൊണ്ട് ഇന്നു മുതൽ വളരെ ശക്തമായി പ്രവർത്തിക്കാൻ കഴിയണം. നിങ്ങൾ എത്ര ആക്റ്റീവായി മൈലേസ്റ്റേൽ ബിസിനസ് ചെയ്താലും ഇനിയും ചെയ്യാൻ കിടക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുക. നിങ്ങളുടെ റാങ്ക് ഒന്നും എനിക്കറിയില്ല, പല ആൾക്കാരോടും ഉണ്ട്. TC ഉണ്ട്, ATC ഉണ്ട്, DTC ഉണ്ട്, NTC ഉണ്ട്. നിങ്ങൾ ഏത് റാങ്ക് ആയാലും കൊള്ളാം, മൈലേസ്റ്റേൽ ബിസിനസ് വീണ്ടും ഇങ്ങനെ കിടക്കുക. കാരണം എന്താ? നമുക്കൊരാഴ്ചയിൽ 1 ലക്ഷം കിട്ടുന്നുള്ളൂ എങ്കിൽ 1 ലക്ഷം നേടിയവനായി നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ വിജയിക്കില്ല. പകരം 1,10,000 നഷ്ടപ്പെടുത്തിയവരായി എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നോ അന്നേ നിങ്ങൾ ഈ കമ്പനിയിൽ അച്ചീവറായി മാറത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരാഴ്ച 10,000 രൂപ വരുമാനം വാങ്ങിച്ചപ്പോൾ എനിക്ക് 10,000 കിട്ടി എന്ന് കുറ്റം കൊള്ളുന്നതിന് പകരം ദൈവമേ 2 ലക്ഷം എനിക്ക് ഈ ആഴ്ച നഷ്ടപ്പെട്ടല്ലോ, ഈ കമ്പനി എനിക്ക് 2 പത്ത് തരാൻ തയ്യാറാണ്, 10,000 കിട്ടിയത് എന്റെ അധ്വാനത്തിന്റെ കുറവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മത്സര ബുദ്ധിയോടെ കമ്മിറ്റഡായി ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് ചരിത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും വന്നിട്ടുള്ളതെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു, ഓർപ്പിക്കുന്നു. പിന്നെ ഈ ഒരു അച്ചീവ്മെന്റ് ആണ്. ആലപ്പുഴ ആയതുകൊണ്ട് ആലപ്പുഴക്കാർക്ക് ഇച്ചിരി കാശ് വന്ന് അവർ ആദ്യം ചെയ്യുന്നത് ഒരു ഹൗസ് ബോട്ട് വാങ്ങിക്കാന്നുള്ളതാണ്. ഞാനും അതിനൊരു ഹൗസ് ബോട്ടൊക്കെ വാങ്ങി 6 ബെഡ്റൂമും വളരെ മനോഹരമായ ഒരു 10-60 പേർക്ക് ഇരിക്കാവുന്ന ഹോളും ഒക്കെ ഇതിനകത്തുണ്ട്. ഏതാണ്ട് 1.5 CR അടുത്ത് 1.5 കോടിക്കടുത്ത് ഇതിനു വേണ്ടി ചെലവായി. ഇതിൽ 10 രൂപ പോലും മൈലേജ് സ്റ്റേലിന്റെ അല്ലാത്തതില്ല. പൂർണ്ണമായും ഈ കമ്പനിയുടെ അച്ചീവ്മെന്റ് ആണ്. മൈലേജ് സ്റ്റേൽ കമ്പനിയിൽ വേറെ എവിടെയും
അധികം ആൾക്കാർക്കൊന്നും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു അച്ചീവ്മെന്റ് ആണ്. വലിയ കാറൊക്കെ വാങ്ങിച്ച ആൾക്കാർക്ക്, പക്ഷെ ഹൗസ് ബോട്ട് വാങ്ങിച്ച ആൾക്കാർ വളരെ കുറവാണ്. അത് ആലപ്പുഴക്കാർക്ക് മാത്രമാണ് അതിനുള്ള അവസരമുള്ളത്. ഇപ്പൊ കോഴിക്കോടൊക്കെ പറ്റും, ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോഴിക്കോടും കാസർഗോഡും ഒക്കെ അതിന് അവസരമുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഈ ബിസിനസ്സിനെ നിങ്ങൾ കേട്ടു, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ബിസിനസ്സിനെ നിങ്ങൾ കേട്ടു, നിങ്ങൾ മനസ്സിലാക്കി. ഇനി വേണ്ടത് ഒരു ഏറ്റെടുപ്പും ഒരു പ്രവർത്തനവും. ചില ആൾക്കാരുടെ മനസ്സിലെങ്കിലും ഒരു ചെറിയ ഡൗട്ട് തോന്നും, എങ്ങനെയാണ് ഇത്രയോ പൈസ കിട്ടുന്നത്? 1 കോടി 2 കോടിയും കിട്ടുമെന്ന് പറഞ്ഞു ഇല്ലയോ? ഇത് കിട്ടുന്ന രേഖകളൊക്കെ കാണിച്ചു, ഇനിയും കാണിക്കാൻ തയ്യാറാണ് പേഴ്സണലി പോലും. ഇതെങ്ങനെ ഇതൊക്കെ കിട്ടും? ഇതിന്റെ ലോജിക്ക് വേണ്ടേ? ഞാൻ പണ്ട് നിങ്ങളുടെ നാട്ടിൽ തന്നെ തലശ്ശേരിയിൽ 2016 ജനുവരിയിൽ ഒരു ഹോം മീറ്റിംഗ് എന്ന് പറഞ്ഞ 5-6 പേരെ വീട്ടിൽ ഇരുത്തിയിട്ട് ചെറിയൊരു മീറ്റിംഗ് എടുത്തു. ആ മീറ്റിംഗ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ആഴ്ച വരുമാനം 10,000 രൂപ ഇല്ല, 5,000 ഒക്കെ ഉള്ളൂ. അപ്പൊ അവിടെ മുതിർന്ന ഒരു 80 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു കാർന്നോർ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു. ഞാൻ 2,10,000 കുറിച്ച് പറഞ്ഞപ്പോ, അനിയ പഞ്ചസാര എഴുതി കാണിച്ചാൽ മതിരിക്കു പോകുന്നു. എന്റെ നാക്കിറങ്ങിപ്പോയി. കാര്യം 30 ലക്ഷം കണക്കിൽ 1 ലക്ഷം പോലും തീർന്നിട്ടില്ല. പ്ലാനൊക്കെ പറഞ്ഞ് പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിന്റെ ചോദ്യം എനിക്ക് ഒരാടി മുമ്പോട്ട് നോക്കാൻ പറ്റാതായി. അപ്പൊ അത്രയും കോൺഫിഡൻസ് കുറഞ്ഞൊരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ബിസിനസ് ആദ്യ സമയത്ത് ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതിന്റെ ശൈശവ ദിശയിലാണ്. എങ്ങനെ ഇതിനകത്ത് ഇത്രയും ക്രോസ് വരുന്നത്, ലക്ഷങ്ങൾ വരുന്നത് എന്നുള്ളത് ഒരു നാടൻ ഉദാഹരണം വഴി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നടന്ന ഓടിച്ചോടത്തിന്റെ വാദം പോലെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക, ഉണ്ടാവും. ആ ഓട്ടോ സ്റ്റാൻഡില് 10 വർഷം മുമ്പ്, കഥയാണേ, ഒറിജിനൽ സംഭവമല്ല, രാജൻ എന്നൊരു ഓട്ടോക്കാരൻ ഉണ്ടായിരുന്നു. രാജന്റെ മേത്തോട്ട് ഒരു ടിപ്പർ ലോറി പാഞ്ഞു കയറി. രാജൻ പെർമനന്റ് ഡിസബിലിറ്റി ആയി. 2 കൈകളും 2 കാലും ഒടിഞ്ഞു. രാജൻ കഴിഞ്ഞ 10 വർഷമായി വീട്ടിൽ ബെഡ് റെസ്റ്റിലാണ്. ബെഡ് റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, വീൽ ചെയറിലാണ്. 2 കൈയും ഇല്ല, 2 കാലും ഇല്ല. അതേ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ 10 വർഷം മുമ്പ് രാജനോടൊപ്പം ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയ സന്തോഷ് എന്ന് വേറൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. 6 അടി പൊക്കവും നല്ല വണ്ണവും മസിലും ഒക്കെ ഉള്ള ഒരാൾ. ക്ലിയർ? അപ്പൊ ഈ 2 ആൾക്കാരും 10 കൊല്ലമായി ഓട്ടോറിക്ഷ ഫീൽഡിലാണ്. പക്ഷെ രാജൻ ഒരു ആക്സിഡന്റ് പറ്റി, പെർമനന്റ് ഡിസബിലിറ്റി ആയതുകൊണ്ട് കുറെ ഇൻഷുറൻസ് രാജന് കിട്ടി. ആ പൈസ കൊണ്ട് രാജൻ എന്ത് ചെയ്തു? ആകെ ചെയ്തിട്ടുള്ള പണി ആയതുകൊണ്ട് തന്നെ രാജൻ 10 ഓട്ടോറിക്ഷ വാങ്ങിച്ചു. കിടപ്പിൽ 10 ഓട്ടോറിക്ഷ വാങ്ങിച്ച് രാജൻ 10 സഹപ്രവർത്തകർക്ക് ഓടിക്കാൻ കൊടുത്തു. എല്ലാ ദിവസവും വൈകുന്നേരം സഹപ്രവർത്തകർ 500 രൂപ വെച്ച് രാജന് വാടക കൊടുക്കും. ഹലോ, പൊക്കം വണ്ണോ മസിലും ഒക്കെ ഉള്ള സന്തോഷ് ഡെയിലി ഒറ്റയ്ക്ക് ഓട്ടോ ഓടി 1000 രൂപ വീട്ടിൽ കൊണ്ടു കൊടുക്കും. അപ്പൊ നല്ല ആരോഗ്യമുള്ള, ഒരു പ്രശ്നവും ഇല്ലാത്ത സന്തോഷ് 1000 കൊടുക്കുമ്പോൾ വീൽ ചെയറിൽ ഇരിക്കുന്ന രാജൻ 5000 കിട്ടുന്ന ഒരു കണക്കുണ്ട്. ഹലോ, ആ കണക്ക് മനസ്സിലാക്കുന്നവൻ ഡയറക്ട് സെല്ലിങ്ങിലും മൈലേജ് സെല്ലിങ്ങിലും ചരിത്രം ഉണ്ടാക്കും. ആ കണക്ക് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഈ പണി നിങ്ങൾക്ക് പറ്റിയതല്ല. ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രാജൻ എന്തുകൊണ്ടാണ് വരുമാനം കൂടുതലായിട്ട് നമുക്ക് പറയാം. 10 ആളുകളുടെ 8-10 മണിക്കൂറിന്റെ അധ്വാനത്തിന്റെ ചെറിയ കഷണം രാജന് കിട്ടുന്നുണ്ട്. നമ്മുടെ സന്തോഷം ഒറ്റയ്ക്ക് പണിയെടുക്കുക. നമ്മൾ എത്ര കർമ്മന് രാജകുണ്ടലം പോലെ നമുക്ക് എത്ര ഡിഗ്രികൾ പുറകിലുണ്ടെങ്കിലും, എന്ത് ആരോഗ്യം ഉണ്ടെങ്കിലും, പൊക്കം ഉണ്ടെങ്കിലും, വണ്ണം ഉണ്ടെങ്കിലും, ബുദ്ധി ഉണ്ടെങ്കിലും, ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന പൈസയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്നുള്ള സത്യം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവും. ഓരോ പ്രൊഫഷനും അതിന്റെ ഡിഗ്നിറ്റി ഉണ്ട്. ശരിയാണല്ലോ? ഞാനൊരു മേഖലയിൽ ചെറുതാന്ന് പറയല്ല. ഈ ബിസിനസ്സിന് ഇതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. ഇതിന്റെ സാധ്യത മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ശക്തമായ തീരുമാനമെടുത്ത് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ അടുത്ത തലമുറയുടെ ഫ്യൂച്ചറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമുക്ക് മുൻതലമുറ, നമ്മുടെ അപ്പനെയും അമ്മയും നന്നായി പഠിപ്പിക്കാൻ കഴിയാത്തതിന് അപ്പനെയും അമ്മയും ഇപ്പൊ വേണം കുറ്റം പറയാം. നല്ല വിദ്യാഭ്യാസം കിട്ടാത്തതിന് ഇഷ്ടംപോലെ ആൾക്കാരെ പഠിക്കാം. വന്നുപെട്ട ലോകത്തിന് വേണ്ടി, ലോകത്തോടു കൂടി ദൈവത്തോട് നമുക്ക് എന്ത് ചെയ്യാം? കുറ്റം പറയാം. അതിനൊക്കെ അപ്പുറത്ത് ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാം. എന്റെ ജീവിതം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, ബാധ്യത എന്റെ കയ്യിലാണെന്നും ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചത് ദൈവം എനിക്ക് തന്ന ഓപ്പർച്യൂണിറ്റിയാണ് മൈലേജ് ചെയ്യലെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിലേക്കും ഈ കമ്പനിയിലേക്കും കടന്നു വരാനും ഉണർന്ന് പ്രവർത്തിക്കാനും 4-5 വർഷം കൊണ്ട് ചരിത്രം ഉണ്ടാക്കുന്ന, നല്ല നികുതി കൊടുക്കുന്ന, നല്ല വരുമാനം വാങ്ങിക്കുന്ന, ഒത്തിരി ആൾക്കാരെ സാമ്പത്തികമായി സഹായിക്കുന്ന, വിജയിച്ച പല ആളുകൾക്കും മാതൃകകളാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളരാനുള്ള അവകാശം, ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടെന്നും ആ ഉത്തരവാദിത്വം ഈ കമ്പനിയെ സെലക്ട് ചെയ്യുക വഴി അതിന്റെ ആദ്യ പകുതി നിങ്ങൾ ഫുൾഫിൽ ചെയ്തുവെന്നും അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യുന്നുവെന്നും ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഇത്രയും വലിയ മാറ്റം ഉണ്ടാക്കിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും സ്വപ്നതുല്യമായ മാറ്റങ്ങൾക്ക് പര്യാപ്തമാകട്ടെ, കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത
നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ ആർടിസി ലീഡർ രജിത് സാറിന് നല്ലൊരു കൈയ്യടി നിങ്ങൾ നൽകുക. അതുപോലെ ഈ പ്രോഗ്രാം ഇതുവരെ ഇവിടെ നിയന്ത്രിച്ച പ്രിയപ്പെട്ട സുജേഷ് സാറ് വളരെ ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം അദ്ദേഹം നിയന്ത്രിച്ചു. അദ്ദേഹത്തിന് നല്ല കൈയ്യടി നമുക്ക് കൊടുക്കാം. അതുപോലെ എനിക്ക് തൊട്ടുമുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട ഗ്രേറ്റ് ITC ലീഡർ ശൈലേഷ് ബാലൻ സാറിനും ഇന്നിവിടെ സംസാരിക്കാതെ പോയ ബെല്ലി സാർ, അദ്ദേഹത്തിന് ചെറിയൊരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് പുള്ളി സംസാരിക്കാതിരുന്നത്, അദ്ദേഹത്തിനും അതിനു മുമ്പ് സംസാരിച്ച സുബീഷ് സാറ്, മറ്റ് ധാരാളം CTC മുബാറക് അടക്കമുള്ള ധാരാളം MTC ലീഡേഴ്സ്, ശ്രീധരൻ സാറ്, ഭവനേഷ്, ഇഷ്ടംപോലെ MTC ലീഡേഴ്സിന്റെ കൂടെ എല്ലാവരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാ ആൾക്കാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിച്ചതായി ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.